റൂമിലായിരിക്കും, ഉറക്കത്തിനിടയിലല്ലേ. കുറെ കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അമർത്തുന്നു. എഴുന്നേറ്റ് വന്ന് ഈ ലെൻസിൽ കൂടെ, വാതിലിനകത്ത് വെച്ചിരിക്കുന്ന ലെൻസിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ 4 പോലീസുകാർ ഫയലൊക്കെ പിടിച്ചത് ഇങ്ങനെ എൻ്റെ റൂമിൻ്റെ വാതിൽക്ക് നിൽക്കുക. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? ഞാൻ ഇന്ന ആളാണ്, നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ, കേരള പോലീസ്, നമ്മുടെ പിണറായി വിജയൻ്റെ പോലീസിന് കുറച്ച് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ എന്നോട് സംസാരിക്കണം. ഈ 12 മണി കഴിഞ്ഞ് അവർ വന്നതാണ്. ഞാൻ ചോദിച്ചു, ഈ നാട്ടിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല? നിങ്ങൾ എന്ത് തോന്നിയവാസമാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കണം. രാത്രി 12 മണിക്കെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഹോട്ടലിന്റെ റിസപ്ഷനിൽ പോയി ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ക്ഷമ പറഞ്ഞുകൊണ്ട് അവരങ്ങ് തിരിച്ചു പോവുകയാണ്. നേരെ ബിന്ദു കൃഷ്ണയുടെ റൂമിൽ പോയി തിരികെ വന്നപ്പോൾ വീണ്ടും വന്ന് എൻ്റെ റൂമിന്റെ മുന്നിൽ പ്രശ്നമായി. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന വേഷമൊക്കെ ഇട്ട് നമുക്ക് ഇവര് ലുട്ടാപ്പി റഹീം പറഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും പറ? അല്ലെങ്കിൽ MP രാജേഷ് എന്ന് പറഞ്ഞ കഥാകൃത്ത് പറഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും? നമ്മൾ വേഷമൊക്കെ ധരിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ കുറെ പോലീസുകാരാണെന്ന് പറഞ്ഞ് കുറെ പേര് ടീഷർട്ടൊക്കെ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഞാൻ CI ആണ്, ഞാൻ DYSP എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, എന്താ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണിക്കാൻ തയ്യാറില്ല. 4 പോലീസുകാരെ കാണിച്ചത് യൂണിഫോം ഇട്ട് ഇവര് പോലീസുകാരാണ്. ഞാൻ പറഞ്ഞു, യൂണിഫോമിന്റെ അകത്ത് ആരാ കയറി, ഏത് DYFI കാരനാ കയറിയിരിക്കുന്നതെന്ന് വല്ല ഉറപ്പം നമുക്കുണ്ടോ? പറ്റത്തില്ല, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ചോദിച്ചു, ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ്, അല്ലെ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആരാ ഉള്ളതെന്ന് ചോദിച്ചു, ആരുമില്ല. അടുത്തത്, വനിതാ പോലീസ് എവിടെയെന്ന് ചോദിച്ചു. ഒരു സ്ത്രീയെ കാണാനാണല്ലോ നിങ്ങൾ വന്നത്, വനിതാ പോലീസ് എവിടെയെന്ന് ചോദിച്ചു. ഒരു വനിതാ പോലീസും ഇല്ല. അവർക്ക് റൂമിനകത്ത് കയറിയേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു കാരണവശാലും ഞാൻ എൻ്റെ റൂം തുറക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അവര് പോയി സംഘടിപ്പിച്ചുകൊണ്ട് വന്നൊരു വനിതാ പോലീസ്. ഞാൻ റൂം തുറന്നു. റൂമിനകത്ത് കയറി എൻ്റെ ദേഹപരിശോധന വിമാനത്താവളത്തിലൊക്കെ നടത്തുന്നത് പോലെ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നോക്കാൻ വേണ്ടി ദേഹപരിശോധന നടത്തി. ഞാനൊരു കസേരയിൽ അവിടെ ഇരുന്നു. അതിനുശേഷം മെത്ത അടക്കം അവിടുത്തെ ബാക്കിയുള്ള സാധനങ്ങൾ, സാമഗ്രികൾ, ബാത്റൂമിനകത്ത്, ടോയ്ലറ്റിനകത്ത് അടക്കം കംപ്ലീറ്റ് പെട്ടി, ബാഗ്, 10-12 ദിവസത്തേക്ക് പോയതല്ലേ, എല്ലാ സാധനങ്ങളും നോക്കി. എല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കും, ഇതൊക്കെ എങ്ങനെയാ കൊണ്ടുവന്നത്? എന്ത് ബുദ്ധിപരമായ ചോദ്യമാണ്. കളവണ്ടിയിലാണ് കൊണ്ടുവന്നതെന്ന് പറയും സാധനങ്ങൾ. രാത്രി 1 മണി ആയി. അപ്പോൾ അവരവസാനം ഒന്നും കിട്ടിയില്ല. അവരൊക്കെ ഇറങ്ങിപ്പോകാൻ പോയപ്പോൾ നമ്മൾ ശക്തമായി എതിർത്തു. ഒരു കാരണവശാലും ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. നമ്മൾ കേരള പോലീസിന്റെ ജോലിയാ പറഞ്ഞത്. കേരള പോലീസിന്റെ ജോലിയാണ്. മയക്കുമരുന്ന് മാഫിയെ അടിച്ചമർത്താൻ ഇവിടെ ഒരു പോലീസും ഇല്ല. മോഷണം ഇവിടെ അടിച്ചമർത്താൻ ഇവിടെ ഒരു പോലീസും ഇല്ല. ഇവിടെ ട്രാഫിക്കിൽ പോലും അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഇടപെടാൻ ഇവിടെ ഒരു പോലീസില്ല. ഈ നാട്ടിലെ ലോ ആൻഡ് ഓർഡറിന് നേതൃത്വം കൊടുക്കേണ്ട ആഭ്യന്തര വകുപ്പിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. സ്ത്രീകൾ താമസിക്കുന്ന ഹോട്ടൽ റൂമിനകത്ത് വന്ന് അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ 12 മണിക്ക് വന്ന കേരള പോലീസിനെയും പിണറായി വിജയനെയും കേരളത്തിലെ സ്ത്രീകൾ പുറന്തള്ളി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റും? അവർക്ക് ഇറങ്ങിപ്പോണപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഇത് മാർക്കറ്റല്ല, ഇതെന്റെ പേരിൽ എടുത്തിരിക്കുന്ന 1005 നമ്പർ മുറി. ഈ മുറിയിൽ ഒരു കാരണവശാലും കയറി വന്ന് എനിക്ക് ചിലപ്പം ശാരീരികമായിട്ട് അവരെ തടയാനുള്ള ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ ഒരെണ്ണ ഇതിനകത്ത് ഇറങ്ങിപ്പോകത്തില്ല. നിറയെ ആളുകൾ ഇറങ്ങിപ്പോകത്തില്ല. ഒരെണ്ണം ഇറങ്ങിയില്ല. അവസാനം ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞു, എന്തൊക്കെ നിങ്ങൾ കണ്ടു, എന്തൊക്കെ നിങ്ങൾ തൊട്ടു, എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്നെനിക്ക് നിയമപരമായിട്ടൊരു കടലാസിൽ എഴുതി തന്നതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന് എഴുതിയപ്പോഴും മുഴുവൻ എഴുതുന്നില്ല. 1005 നമ്പർ മുറിയിൽ ഒന്നും കിട്ടിയില്ല. ഒറ്റ വരി ജോലി കഴിഞ്ഞു. മര്യാദക്ക് എഴുതിയില്ലെങ്കിൽ തൊപ്പി തെറിപ്പിക്കുന്ന രീതിയിലുള്ള പണി നമുക്കും അറിയാലോ. നിയമം നിങ്ങൾ അറിയണം. അവർ 1005 നമ്പർ മുറിയിൽ ആരാ താമസിക്കുന്നതെന്ന് എഴുതണ്ടേ? എഴുതിച്ചു, തിരുത്തിച്ചു. ആ ഷാനിമോൾ ഉസ്മാന്റെ മുറി പരിശോധിച്ചതിൽ ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി തരേണ്ട അവസ്ഥ അവർക്ക് വന്നു. ഞാൻ സൂചിപ്പിച്ചത് ഇതാണ് സ്ത്രീ സുരക്ഷ. സ്ത്രീകൾക്ക് യാത്ര ചെയ്യണ്ടേ ഇവിടെ ഒറ്റയ്ക്ക്? നമുക്ക് പൊതുപ്രവർത്തനം നടത്തണ്ടേ? ഈ രാജ്യത്ത് 73-74 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് സ്ത്രീകളെ അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് അടക്കം എത്തിക്കുന്നതിന് വേണ്ടിയല്ലേ? അപ്പം അതിന്റെയൊക്കെ ഒരു വശത്ത് നിൽക്കുകയും തൊട്ടതിൽ 4 നേരം സ്ത്രീ സുരക്ഷയാണ് പറയുന്നത്. എന്നിട്ടോ 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ നമ്മൾ DGPക്ക് പരാതി നൽകി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ DGPയെ നേരിട്ട് വിളിച്ചു. DGP, ഞാനൊരു പെറ്റീഷൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ
അപ്പൊ തന്നെ കിട്ടി മാഡം. ഞാൻ അപ്പൊ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇവിടെ വക്കീലന്മാരടക്കം ഇരിപ്പോഴും GD എൻട്രി ഇല്ല. ഈ പോലീസുകാർ വന്ന് മുഴുവൻ ആളുകളും അവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മുഴുവൻ കേരളത്തിലെയും അപ്പുറത്തെയും തമിഴ്നാട്ടിലേക്ക് ഉണ്ടെന്ന് എനിക്കത് മുഴുവൻ മാധ്യമങ്ങളുടെ മുന്നിലുണ്ട്. എന്നിട്ട് പോലീസുകാർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, അങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് എഴുതണ്ട. GDയിൽ അവർ എൻട്രി നടത്തിയിട്ടില്ല. ചെയ്യാൻ പാടുണ്ടോ? അതുപോലെ തന്നെ ഈ പരാതി കൊടുത്തിട്ടൊരു FIR ഇല്ല. അപ്പൊ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്ത ആളുകളെ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. പറഞ്ഞു വന്നപ്പോഴ് അച്ഛൻ പത്തായത്തിനുമില്ല പുരപ്പുറത്തും ഇല്ല എന്ന് പറയുന്ന കണക്ക് പിറ്റേ ദിവസം ഒരാൾ കയറി പറയുക ഷാനിമോൾ ഉസ്മാന്റെ ഒക്കെ നാടകം വളരെ നന്നായി എന്ന് പറഞ്ഞ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് നയിച്ച് MP രാജേഷാണ്. MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി ഈ കഥകളെല്ലാം തിരക്കഥ പാതിരാ നാടകം അടക്കമുണ്ടാക്കി അവർക്ക് ജയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യത്തിന് പോയ മന്ത്രിയോട് ഒരൊറ്റ ചോദ്യമുള്ളൂ. കേരളത്തിലെ പഞ്ചായത്തുകളുടെ അവസ്ഥ മന്ത്രിക്കറിയോ? പഞ്ചായത്തുകളിൽ